വളരെ ദുഃഖത്തോടുകൂടി ഹൃദയഭാരത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ സിനിമാ കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. ഒരു വിങ്ങലുണ്ട് നെഞ്ചിൽ, ഒരു വിങ്ങലുണ്ട് നെഞ്ചിൽ, ഒരു നീറ്റലുണ്ട് നെഞ്ചിൽ. നടൻ സന്തോഷിൻ്റെ മരണം. ഞങ്ങളെല്ലാം സന്തോഷേട്ടൻ എന്ന് വിളിച്ചിരുന്ന സന്തോഷിൻ്റെ മരണം. ജീവിതം ആഘോഷമാക്കിയ നടൻ്റെ മരണം. ജീവിതത്തെ തമാശയായി കണ്ട ഒരു പാവം ചേട്ടൻ്റെ മരണം. എൻ്റെ വീട് പേട്ടയിലാണ്, പ്രേക്ഷകർക്ക് അറിയാം. പേട്ടയിലെ തേങ്ങാപ്പുര ലൈനിലാണ് സന്തോഷേട്ടൻ ജനിച്ചത്. അധ്യാപക ദമ്പതികളുടെ മകനായി. ഇത് ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെ സന്തോഷേട്ടൻ എസ്റ്റാബ്ലിഷ് ചെയ്തു സിനിമയിൽ. ഞങ്ങൾക്ക് അന്ന് സന്തോഷേട്ടനെ കാണുക എന്ന് പറയുന്നത് ഒരത്ഭുതമായിരുന്നു. ഒരു എൻഫീൽഡ് മോട്ടോർ ബൈക്കിൽ പോകുന്ന സന്തോഷേട്ടൻ, വളരെ സ്പീഡിലാണ് സന്തോഷേട്ടൻ ഓടിക്കുന്നത് ബൈക്ക്. സന്തോഷേട്ടൻ അന്ന് നടനായി കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ കഥ വലിയ ഹിറ്റായി. PG വിശ്വംഭരനാണ് ആ ചിത്രം സംവിധാനം ചെയ്തത്. ശാന്തികൃഷ്ണയായിരുന്നു നായിക. സന്തോഷേട്ടൻ ഞങ്ങളെ കാണുമ്പോൾ കൈ കാണിക്കും. ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്. ഞങ്ങളെ കാണുമ്പോൾ ഒരു കൈ കാണിച്ച് അങ്ങ് പോകും, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച്. പിന്നീട് സന്തോഷേട്ടൻ ഒരുപാട് സിനിമകളിൽ പ്രതിനായകനായി ഉപനായകനായി ഒക്കെ അഭിനയിച്ചു. സന്തോഷേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ കൊച്ചുകുട്ടികൾ അത്തമിടുമ്പോൾ പിരിക്കാൻ പോകുമായിരുന്നു. ഈ അത്തപ്പൂക്കളത്തിന് സംഭാവന നൽകാൻ സന്തോഷേട്ടനുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ വർഷവും ഓണത്തിന് അത്തമിടുമായിരുന്നു പേട്ടയിൽ. സന്തോഷേട്ടനുണ്ടെങ്കിൽ 10 രൂപ, അന്നത്തെ കാലത്ത് 10 രൂപ ഞങ്ങൾക്ക് തരും, ഒരു നേർത്ത ചിരിയോടുകൂടി. കാലം പോയി, ഞാൻ പത്രപ്രവർത്തകനായി. സന്തോഷേട്ടൻ സിനിമാ ജീവിതത്തിൽ വലിയൊരു ഇടർച്ച നേരിട്ടു. പേട്ടയിൽ നിന്നും സന്തോഷേട്ടൻ പിന്നീട് പാലക്കാടോ തൃശ്ശൂരോ അവിടെ എവിടെയോ മാറി എന്ന് അറിഞ്ഞു. എൻ്റെ സിനിമാ ജീവിതത്തിനിടയിൽ പല നടന്മാരുമായും നടിമാരുമായും അഭിമുഖം നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സന്തോഷേട്ടനുമായി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സന്തോഷേട്ടനുമായി അഭിമുഖം നടത്താൻ എന്തുകൊണ്ടോ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തെ MN ഗോവിന്ദൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് ഞാൻ കാനൻ രാജേന്ദ്രനെ ഒരു ആവശ്യത്തിന് കാണാൻ പോവുകയായിരുന്നു. അവിടെ വെച്ച് സന്തോഷേട്ടനെ കണ്ടു. ഞാൻ അഭിമുഖം നടത്തിയില്ലെങ്കിലും സന്തോഷേട്ടനെ പറ്റിയൊരു കുറിപ്പ് സിനിമാ മംഗളത്തിൽ എഴുതിയിരുന്നു. അതിൽ ജീവിതം ആഘോഷിക്കുന്ന സന്തോഷ് എന്നായിരുന്നു കുറിപ്പ്. ഓർമ്മയുണ്ടോ എന്ന പങ്ക്തി അതിൽ സന്തോഷേട്ടനെ ഉൾക്കൊള്ളിച്ചിരുന്നു. സന്തോഷേട്ടൻ ഇത് വായിച്ചിരുന്നു. അന്ന് സിനിമാ മംഗളത്തിൽ എൻ്റെ കൂടെ ഫോട്ടോ വെച്ചാണ് ആ പങ്ക്തി എഡിറ്ററായ മധു വൈപ്പന സാർ പ്രസിദ്ധീകരിച്ചിരുന്നത്. എന്നെ കണ്ട സന്തോഷേട്ടൻ എന്നെ തിരിച്ചറിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സന്തോഷേട്ടനെ പറ്റിയൊരു ലേഖനം വന്നത്. സന്തോഷേട്ടനുമായി സംസാരിച്ചു. മുറുക്കി ചുവപ്പിച്ച് മീശയൊക്കെ അങ്ങനെ ചുരുട്ടി നിൽക്കുന്ന സന്തോഷേട്ടൻ MN സ്മാരകത്തിൽ വന്നത് അദ്ദേഹത്തിൻ്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. കാനൻ രാജേന്ദ്രൻ അന്നകത്ത് ചർച്ചകളിലായിരുന്നു. സന്തോഷേട്ടനുമായി അന്ന് ഒരുപാട് സമയം സംസാരിച്ചു. സിനിമാ ജീവിതത്തെപ്പറ്റി, സിനിമാ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന തിരിച്ചടികളെപ്പറ്റി, വൈകിപ്പോയ ദാമ്പത്യത്തെപ്പറ്റി, അഭിനയത്തിൻ്റെ തിരക്കിലും ആഘോഷത്തിൻ്റെ തിരക്കിലും വൈകിപ്പോയ ദാമ്പത്യത്തെപ്പറ്റി ഒക്കെ സന്തോഷേട്ടൻ പറഞ്ഞു. അന്ന് സന്തോഷേട്ടൻ്റെ 2 സഹോദരിമാർ ഉണ്ട്. അവരെല്ലാം വിവാഹം കഴിഞ്ഞ് പോയി. സന്തോഷേട്ടൻ സീരിയലിലും ഒക്കെ അഭിനയിച്ച് അതിജീവനം നടത്തി. എല്ലാവരോടും സ്നേഹമായി പെരുമാറുന്ന സന്തോഷേട്ടൻ. അന്ന് സന്തോഷേട്ടനുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചു. കാരണം കാനൻ രാജേന്ദ്രൻ്റെ മീറ്റിംഗ് വൈകിപ്പോയി. അപ്പം ഞങ്ങളെല്ലാം കാത്തു നിൽക്കുകയാണ്. അപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. തൊട്ടടുത്ത ഹോട്ടലിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു.
സന്തോഷേട്ടൻ വന്നത് ഈ ഭൂമി സംബന്ധമായ എന്തോ ഒരു ക്രയവിക്രയത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞു. വ്യക്തമായി അദ്ദേഹം അത് എന്നോട് പറഞ്ഞില്ല. വിളിക്കാം എന്ന് പറഞ്ഞ് പരസ്പരം പിരിഞ്ഞു. ഫോൺ നമ്പർ തന്നു. ഞാൻ പേട്ടക്കാരനാണെന്ന് അറിഞ്ഞതിൽ അദ്ദേഹത്തിന് സന്തോഷം. കുഞ്ഞുനാളിൽ അത്തപ്പൂക്കളം ഒരുക്കാൻ വേണ്ടി, സംഭാവനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം. പത്രപ്രവർത്തകനായി ഒരുപാട് പേര്, നടൻ കന്നഡ സൂപ്പർ താരം വിഷ്ണുവർദ്ധനെ അടക്കം അഭിമുഖം നടത്താനുള്ള ഭാഗ്യം ലഭിച്ച എനിക്ക് സന്തോഷേട്ടൻ്റെ അഭിമുഖം നടത്താൻ പറ്റിയില്ല. ഫോൺ നമ്പർ പരസ്പരം കൈമാറിയെങ്കിലും സന്തോഷേട്ടനെ വിളിക്കാനുള്ള മനസ്സ് തിരക്ക് കാരണം എനിക്കുണ്ടായില്ല. സന്തോഷേട്ടൻ വേർപിരിഞ്ഞിരിക്കുന്നു. സിനിമയിൽ അവസാന മോഹിനിയാട്ടം 2 എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. തിരിച്ചുവരവിൻ്റെ പാതയിലായിരുന്നു സന്തോഷേട്ടൻ. പക്ഷേ വിധി അദ്ദേഹത്തെ കൊണ്ടുപോയി. തടിച്ച ശരീരവും കുഞ്ഞിൻ്റെ മനസ്സും, അതായിരുന്നു അദ്ദേഹം. ജീവിതം ആഘോഷമാക്കി എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഊഹിക്കാം എന്തു തരത്തിലുള്ള ആഘോഷമെന്ന്. പക്ഷേ ഒരു തെറ്റിലേക്കും ഒരു സ്ത്രീയെപ്പോലും അനാവശ്യമായ ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിച്ചിട്ടില്ല സന്തോഷേട്ടൻ. അത്തരം കാര്യങ്ങളൊക്കെ സന്തോഷേട്ടന് നിഷിദ്ധമായിരുന്നു. അതിന് സന്തോഷേട്ടൻ ഒരു സാത്വികത പുലർത്തിയിരുന്നു. ചാൻസിന് വേണ്ടി ആരുടെയും കാല് പിടിച്ചിട്ടില്ല സന്തോഷേട്ടൻ. അങ്ങനെ കാലൊക്കെ പിടിച്ചിരുന്നെങ്കിൽ ഒരുപാട് ചാൻസുകൾ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കിലുക്കമെന്ന ചിത്രത്തിൽ ഒറ്റ സീനിൽ മാത്രമേ അദ്ദേഹമുള്ളൂ. ആ തുടക്കം, ഒരു ഇൻസ്പെക്ടറുടെ സീനിൽ സമദ് ഖാൻ എന്ന വില്ലൻ കൊല്ലുന്ന ഇൻസ്പെക്ടർ, അതിലേക്ക് എന്തോ പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. യാത്ര പറയാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ജേർണലിസം ജീവിതവും മാറി മറിഞ്ഞു. സിനിമാ മംഗളത്തിലും വെള്ളി നക്ഷത്രത്തിലും ഒക്കെ ഒരു സിനിമാ ജേർണലിസ്റ്റായി വർക്ക് ചെയ്ത കാലത്ത് സന്തോഷേട്ടൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ഞാനും മറന്നു. എന്നെ വിളിക്കാൻ സന്തോഷേട്ടനും മറന്നു. അധ്യാപക ദമ്പതിമാരുടെ മകനായി ജനിച്ച് MG കോളേജിൽ നിന്ന് ബിരുദം നേടി ഇത് ഞങ്ങളുടെ കഥ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ അരങ്ങേറി. പിന്നീട് മമ്മൂട്ടിയുടെയും ശങ്കറിൻ്റെയും റഹ്മാൻ്റെയും ഒക്കെ വില്ലനായും ഉപനായകനായും ഒക്കെ അഭിനയിച്ച് 80കളിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്ന സന്തോഷേട്ടൻ 90കളിൽ തിരക്ക് കുറഞ്ഞ നടനായി മാറുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടു. 2000-ൽ തീരെ തിരക്ക് കുറഞ്ഞപ്പോൾ അദ്ദേഹം സീരിയൽ രംഗത്തേക്ക് മാറുന്നതും കണ്ടു. ഇപ്പോൾ ആരോടും പരിഭവമില്ലാതെ ഒരു വാഹനാപകടം അദ്ദേഹത്തെ തട്ടിയെടുത്തു. ആരോടും പരിഭവമില്ലാതെ സന്തോഷേട്ടൻ പോയി. വൈകിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അതുപോലും അദ്ദേഹം വളരെ തമാശപൂർവ്വം അവതരിപ്പിച്ചു. കണ്ണീർ പൂക്കൾ സന്തോഷേട്ടൻ സിനിമ കേരളയുടെയും എൻ്റെയും